കേന്ദ്ര സർക്കാരിന്റെ ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് പദ്ധതി നടത്തിപ്പ് പഠിക്കാൻ നിയോഗിച്ച സമിതി ഇന്ന് രാഷ്ട്രപതിക്ക് റിപ്പോർട്ട് കൈമാറാൻ സാധ്യത. ഇതുപ്രകാരം 2029 ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒന്നിച്ച് നടത്താനും റിപ്പോർട്ടിൽ ശുപാർശയുണ്ട്. 18,000 പേജുള്ള വിശദമായ റിപ്പോർട്ടാണ് മുൻ പ്രസിഡന്റ് രാംനാഥ് കോവിന്ദിന്റെ നേതൃത്വത്തിലുള്ള സമിതി രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് കൈമാറുക. കേന്ദ്ര സർക്കാരിന്റെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നടപ്പാക്കുന്നത് ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്തിനും സമൂഹത്തിനും ഗുണകരമെന്ന് മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായ സമിതി വിലയിരുത്തി. ലോക്സഭ, നിയമസഭ, മുനിസിപ്പാലിറ്റികൾ, പഞ്ചായത്തുകൾ എന്നിവിടങ്ങളിലേക്ക് ഒരേ സമയം തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനുള്ള പ്രായോഗിക സാധ്യതകൾ പഠിക്കാൻ 2023 സെപ്റ്റംബറിലാണ് കേന്ദ്ര സർക്കാർ ഇത്തരത്തിലൊരു സമിതിയെ രൂപീകരിക്കുന്നത്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നടപ്പിലാക്കുന്നതിനാവശ്യമായ കൃത്യമായ ഒരു മോഡലാണ് മുൻ രാഷ്ട്രപതിയുടെ നേതൃത്വത്തിലുള്ള സംഘം തന്നെ രാഷ്ട്രപതിക്ക് മുന്നിൽ അവതരിപ്പിക്കുക എന്നാണ് റിപ്പോർട്ടുകൾ. തുടർച്ചയായി ഒരേ സമയം തിരഞ്ഞെടുപ്പുകൾ നടക്കുമെന്ന് ഉറപ്പാക്കാനുള്ള വിവിധ മാർഗങ്ങളും സമിതിയുടെ റിപ്പോർട്ടിലുണ്ട്. രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ, വിരമിച്ച ചീഫ് ജസ്റ്റിസുമാർ, മുൻ ചീഫ് ഇലക്ഷൻ കമ്മീഷണർമാർ, വ്യവസായികൾ, സാമ്പത്തിക വിദഗ്ധർ എന്നിവരുമായെല്ലാം സമിതി ചർച്ച നടത്തിയിരുന്നു. ഒപ്പം ജനുവരിയിൽ പൊതുജനങ്ങളിൽ നിന്ന് അഭിപ്രായങ്ങളും ക്ഷണിച്ചിരുന്നു. അതുവഴി 20,972 പ്രതികരണങ്ങൾ ലഭിച്ചതായും 81% ഒരേ സമയം തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനെ അനുകൂലിക്കുന്നതായും സമിതി അറിയിച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് നടത്തിപ്പിനായി കേരളം ഉൾപ്പെടെ ചില നിയമസഭകളിലെ കാലാവധി ഒറ്റത്തവണ വെട്ടിച്ചുരുക്കുവാനും റിപ്പോർട്ട് നിർദ്ദേശിച്ചു. ദേശീയ താൽപര്യം മുൻനിർത്തി ഒരു രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പ് എന്ന ആശയം നടപ്പാക്കണമെന്നും സമിതി ശുപാർശ ചെയ്യുന്നു. രാജ്യത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് തെരഞ്ഞെടുപ്പുണ്ടാകും. ചില സംസ്ഥാനങ്ങളിൽ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് തന്നെ വ്യത്യസ്ത തെരഞ്ഞെടുപ്പുകളാണ് നടക്കുന്നത്. പ്രതിവർഷം ഏതാണ്ട് 200 മുതൽ 300 ദിവസങ്ങൾ വരെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കായി മാറ്റിവെക്കേണ്ട അവസ്ഥയാണ്. ഇത് സമൂഹത്തിൽ തടസ്സങ്ങൾക്ക് കാരണമാകുകയാണ്. ഒരു രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പിലൂടെ ഈ തടസ്സങ്ങൾ മറികടക്കാൻ കഴിയുമെന്ന് രാംനാഥ് കോവിന്ദ് സമിതിയുടെ റിപ്പോർട്ടിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഒന്നിച്ച് തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നതിലെ സാമ്പത്തിക ലാഭത്തെക്കുറിച്ച് 15ാം ധനകാര്യ ചെയർപേഴ്സൺ NK സിംഗിന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ അവലോകനവും റിപ്പോർട്ടിൽ ഉൾക്കൊള്ളിച്ചു. ഒരേ സമയം തെരഞ്ഞെടുപ്പ് നടത്താൻ ആവശ്യമായ സാമ്പത്തിക, ഭരണപരമായ സ്രോതസ്സുകളെക്കുറിച്ചും റിപ്പോർട്ടിൽ വിശകലനം ചെയ്യുന്നുണ്ട്. മുൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ ഉൾപ്പെടെയുള്ളവരിൽ നിന്ന് ശേഖരിച്ച പ്രതികരണങ്ങൾ വിലയിരുത്തിക്കൊണ്ടാണ് വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. ദേശീയ താൽപര്യം കണക്കിലെടുത്ത് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പിന്തുണയ്ക്കണമെന്നാവശ്യപ്പെട്ട് രാംനാഥ് കോവിന്ദ് ഇതിനകം രംഗത്തെത്തിയിട്ടുണ്ട്. ഈ ആശയം നടപ്പിലാവുകയാണെങ്കിൽ തെരഞ്ഞെടുപ്പ് ചെലവിൽ ലാഭിക്കുന്ന പണം രാജ്യത്തെ വികസന പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിക്കാനാകുമെന്നും മുൻ രാഷ്ട്രപതി അധ്യക്ഷനായ സമിതി നിർദ്ദേശിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ഫോക്കസ് ന്യൂസ് TV.